ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനവ്. അപ്പോൾ നമ്മുടെ ചാനൽ 8000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി ആകെ ഒരു 150 പോലും വേണ്ടടേ. അപ്പം നിങ്ങളോട് ഞാൻ വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറയുന്നില്ല, ആകെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കാരണം ലൈക്ക് ചെയ്താൽ മാത്രമേ റെക്കമെൻഡേഷനൊക്കെ പോകുന്നുള്ളൂ. അപ്പം ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 8000 പുഷ്പം പോലെ ആവും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ചെയ്യാത്തവർ ഇപ്പം തന്നെ ചെയ്യുക, വേറെ ചിലവോ കാര്യങ്ങളൊന്നും ആ കാര്യത്തിലില്ല. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, iQOO Neo 10R ഈ മാസം വരത്തില്ല. അടുത്ത മാസം 11-ാം തീയതിയാണ് ഇതിൻ്റെ ലോഞ്ച് ഇവൻറ്റ് എന്ന് പറഞ്ഞത്. സോ അന്ന് മാത്രമേ ഈ ഒരു ഫോൺ വരുള്ളൂ, കാരണം നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത് ഈ മാസം വരുന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത മാസം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത മാസം തന്നെയാണ് നത്തിങ് ഫോൺ 3Aയും ലോഞ്ച് ചെയ്യുന്നത്. അതും ഈ മാസമല്ല, അത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നീട് ഈ മാസം വിവോയുടെ V50 സീരീസ് വരും. അതുപോലെ തന്നെ റിയൽമിയുടെ P3 Pro ആ ഒരു ഫോണിൻ്റെയും കൂടെ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കമ്മിങ് സൂൺ പോസ്റ്ററും അനൗൺസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഇപ്രാവശ്യം നമ്മുടെ BGMIയുടെ കമ്പനി ഉണ്ടല്ലോ, അതായത് ക്രാഫ്റ്റനായിട്ട് കൊളാബറേഷനിലാണ് പുതിയ റിയൽമി P3 Pro വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു പുതിയൊരു മോഡ് GT ബൂസ്റ്റ് എന്നൊരു മോഡ്, അതായത് മെയിനായിട്ട് ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മോഡ് വരുന്നത്, അല്ലാതെ വേറെ വലിയ സംഭവമൊന്നും വരാനില്ല. അപ്പോൾ ഒരു കൊളാബറേഷനിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരു മിഡ് റേഞ്ചിൽ BGMI കളിക്കാൻ വേണ്ടി വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ ആയിരിക്കും എന്നാണ് റിയൽമി ക്ലെയിം ചെയ്യുന്നത്. എന്തായാലും കൊളാബറേഷനിലൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ എന്തായാലും വരും, അത് വലിയ കാര്യമൊന്നുമില്ല. അപ്പം പെർഫോമൻസ് വൈസ് പീക്ക് ലെവലായിരിക്കും, ബാക്കി എല്ലാ കാര്യങ്ങളും തൊട്ടി ലെവലായിരിക്കും എന്നുള്ളതിന് നോ ഡൗട്ട്. കാരണം റിയൽമി ഇപ്പം അങ്ങനെയാണ്, ഒരു എന്താ പറയുക, ആ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ കാര്യം മാത്രം ബെസ്റ്റ് ആയിരിക്കും. ക്യാമറ ആണ് ക്യാമറ മാത്രം, പെർഫോമൻസ് ആണ് പെർഫോമൻസ് മാത്രം. അപ്പോൾ ഈ ഒരു ഫോണും ബാക്കി എല്ലാ കാര്യവും തൊട്ടിയ ലെവലായിരിക്കും, നോ ഡൗട്ട്. പിന്നീട് റിയൽമിയുടെ തന്നെ GT7 Pro റേസിംഗ് എഡീഷൻ ചൈനയിൽ ഈ മാസം തന്നെ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരു 1.5K റെസൊല്യൂഷനുള്ളൊരു OLED ഡിസ്പ്ലേ വരും. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ 8 ഇലൈറ്റ് ചിപ്സെറ്റ് ആയിരിക്കും. 6500 mAh ബാറ്ററിയും 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും 50 MB ക്യാമറയൊക്കെ ആയിരിക്കും ആ ഒരു ഫോണിൽ വരുന്നത്. ചൈനയിലാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയിലേക്ക് തന്നെ ഈ ഒരു ഫോൺ വരികയാണെങ്കിൽ എന്തായാലും ഓവർ പ്രൈസ് ആയിരിക്കും, കാരണം റിയൽമി GT7 Pro ആ റേഞ്ചിലൊരു ഓവർ പ്രൈസ് ആയിട്ടുള്ള മോഡലാണ് കമ്പാരിറ്റീവ്ലി iQOO 13 കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവന്മാർ നല്ല ഫോൺ ഇറക്കുകയാണെങ്കിലും പ്രൈസ് അധികമാണ്. പണ്ടൊക്കെ അങ്ങനെയല്ല, ഒരു ബെസ്റ്റ് ലെവൽ ഓഫ് പ്രൈസിങ് ആയിരുന്നു റിയൽമിയൊക്കെ ഇറക്കിയത്. പക്ഷേ ഇപ്പം പ്രൈസിങ് കൂടിയതുകൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ എന്ന് പറയാൻ വേണ്ടി പറ്റുന്നില്ല റിയൽമിയുടെ ഫോൺസൊക്കെ തന്നെ. അതായത് ചില ഫോൺസ്, എല്ലാ ഫോൺസും അല്ല, ചില മോഡലുകൾ. അപ്പോൾ GT7 ഈ ഫോൺ വന്നു കഴിഞ്ഞാലും ഓവർ പ്രൈസ് ആണെങ്കിൽ ആരും ഈ ഒരു ഫോണിൻ്റെ അടുത്തേക്ക് പോലും പോകത്തില്ല. പിന്നീട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓലയുടെ EV ബൈക്സ് ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഓല റോഡ്സ്റ്റർ എക്സും X+ഉം. എക്സിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഏറ്റവും ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 90,000 രൂപയാണ്. അതിനൊരു 117 കിലോമീറ്റർ റേഞ്ച് ആ ഒരു ബൈക്കിന് കിട്ടുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ, ഈ ഒരു ബൈക്കിലെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായ റോഡ്സ്റ്റർ X+ൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 501 കിലോമീറ്ററാണ്. ഇതിൽ വരുന്നത് 9.1 kWh ബാറ്ററി. ഒരു ബൈക്കിൽ 500 കിലോമീറ്റർ, ഈ 500 കിലോമീറ്റർ ക്ലൈം ചെയ്യുന്ന ഇന്ത്യൻ കണ്ടീഷനിലാണ്. എന്നാൽ പോലും 500 എന്നൊക്കെ പറഞ്ഞ ഒരു കാറിന് പോലും 500 എന്നൊക്കെ പറഞ്ഞ വലിയൊരു കൗണ്ടാണ്. ആ സമയത്ത് 500 ബൈക്കിന്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ദുൽഖറിൻ്റെ ഒരു ബ്രാൻഡില്ല, ഒരു ബൈക്കിൻ്റെ ഒരു അൾട്രാ വയലറ്റ്, അതിൻ്റെ ഒരു 3-4 ലക്ഷം രൂപയുടെ ബൈക്കിനാണ് തോന്നുന്നു ഒരു 300 കിലോമീറ്റർക്ക് അതിന് കിട്ടുന്നുണ്ട്. അത് ഇതായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, എന്നാലും അതിന് പോലും അത്ര കിട്ടുന്നില്ലല്ലോ. പക്ഷേ ഓലക്ക് ശരിക്കും ഒരു ഓലയായിരിക്കുമല്ലോ, അപ്പോൾ വെയിറ്റും കാര്യങ്ങളൊന്നും ഭയങ്കര കുറവായിരിക്കും. ബിൽഡ് ക്വാളിറ്റി കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ടാവും. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഒരു സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. ഒരു 7 ഇഞ്ചിൻ്റെ ആണ് തോന്നുന്നു. TFT സ്ക്രീൻ വരുന്നുണ്ട്. റിവേഴ്സ് മോഡും അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളും അങ്ങനെയുള്ള എല്ലാ കോമൺ ആയിട്ട് ഓല സ്കൂട്ടേഴ്സിലൊക്കെ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ബൈക്കിലും വരുന്നുണ്ട്. ഇതിൽ മറ്റേ ബെൽറ്റല്ല, ചെയിൻ ആണ് കാണുന്നത്. സോ അതും ഒരു ബെറ്റർ ആയിട്ട് കാര്യം. നോർമലി ബാക്കിയുള്ള എല്ലാത്തിലും ബെൽറ്റല്ല യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇവിടെ ചെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓലയുടെ ബൈക്ക് അതിനിപ്പം ഇറങ്ങിയിട്ട് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. 500 കിട്ടുമോ, എത്രയാണോ, 450 ആണോ, 400 ആണോ കിട്ടുക. എന്നാലും 400 കിട്ടലും 300 കിട്ടുക എന്നൊക്കെ പറയുന്നത് തന്നെ
ഭയങ്കര വലിയ സംഭവം കേട്ടോ. പിന്നീട് കഴിഞ്ഞ ആനുവൽ ബഡ്ജറ്റ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു ഉണ്ടായത്. അതിൽ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഒഴിവാക്കിയിട്ടുണ്ട്. സ്മാർട്ട് ഫോൺസിനും അതുപോലെ തന്നെ LED TV LCD TVയുടെ ഒക്കെ തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷവോമി, സാംസങ്, ആപ്പിൾ പോലുള്ള ബ്രാൻഡുകൾക്ക് അത് അത്യാവശ്യം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ അത്യാവശ്യം ഫോൺസിൻ്റെ പ്രൈസും കുറയാനുള്ള ചാൻസ് ഉണ്ട്, കുറയും. അപ്പം നല്ലൊരു കാര്യം, അങ്ങനെ പറയണോ, നല്ലൊരു കാര്യം. അതുപോലെ തന്നെ ഷവോമിയുടെ 15 Ultra ഈ മാസം ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസ് ഒക്കെ ലീക്ക് ആൻഡ് റൂമേഴ്സ് അനുസരിച്ച് പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 ചിപ്സെറ്റ് ആയിരിക്കും ഈ ഒരു ഫോണിന് വരുന്നത്. അതുപോലെ തന്നെ 6000 mAh ബാറ്ററി, 90 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ടാവും. ക്യാമറ ഇതിന് അത്യാവശ്യം ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്യാമറ. ഇതിൽ വരുന്നത് ഒരു 50 MBയുടെ സോണിയുടെ 1" സെൻസറാണ് വരുന്നത്. അതും സോണിയുടെ LYT900 എന്ന സെൻസറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ബാക്കി 50 MB അൾട്രാ വൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വിവോയുടെ X200 പ്രോയിലൊക്കെ യൂസ് ചെയ്ത 200 MBയുടെ പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ലെൻസ് അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Eliteഉം വരുന്നുണ്ട്. സോ ക്യാമറ വൈസ് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല, വേറെ ലെവലായിരിക്കും. അപ്പോൾ ചൈനയിലാണ്, ഇന്ത്യയിൽ അപ്പം വരുന്നുള്ളതൊന്നും അറിയില്ല. അപ്പം ചൈനയിൽ ഈ മാസം എന്തായാലും ആ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ലോഞ്ചിന് ശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് അടുത്ത വീഡിയോയിലൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ടെക് വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ 8000 ആവാൻ വേണ്ടി അത്രയേ ഉള്ളൂ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുഷ്പം പോലെ 8000 സബ്സ്ക്രൈബേഴ്സ് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. Bye bye.